ഹായ് ഓൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷിൻസ് ക്രിയേറ്റീവ് ബ്യൂട്ടി കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് മോൾ ഓഫ് ദിൽമനിയിലാണ്, DC മോളിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇവിടെ പോകാറുണ്ട്. അപ്പോൾ കിഡ്സിന് ഇവിടെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇവിടെ കുട്ടികൾക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ പുറത്ത് നമുക്കിപ്പോൾ പ്ലേ ഗ്രൗണ്ടിലൊക്കെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇവിടെ പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ മോൾ ഓഫ് ദിൽമനിയിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു സ്റ്റാർസിൻ്റെ പോലെ ശരിക്കും നമ്മുടെ ഒരു സ്പേസ് നമ്മുടെ ഇത് സെറ്റ് ചെയ്ത പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ സ്റ്റാർസ് ഇങ്ങനെ ബ്ലിങ്ക് ആവുന്നതൊക്കെ കാണാനായിട്ട് ഒരു പ്രത്യേക അനുഭവം ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ സംഭവം അടിപൊളിയാണ്. അതുകഴിഞ്ഞ് നമുക്ക് ആ ട്യൂബ് ഒരു അക്വേറിയം ഉണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ അക്വേറിയത്തിൻ്റെ ശരിക്കുള്ള ടോപ്പ് പോർഷൻ കാണണമെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ അവിടേക്കാണ് പോണത്. അവിടെ എത്തിക്കഴിഞ്ഞാലുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടോളാം, വീഡിയോ ഞാൻ പറയണില്ല. നമ്മൾ എത്ര വട്ടം വന്നിട്ടുണ്ട് ഇവിടെ എന്നറിയില്ല, പക്ഷെ എന്നാലും എപ്പോഴും പുതിയതായിട്ട് വരുന്ന ഒരു ഫീല് നമുക്ക് തോന്നട്ടെ. അത്രയും അടുത്ത് ക്ലോസ് ആയിട്ട് നമുക്ക് ഈ ഫിഷുകളെയൊക്കെ കാണാൻ പറ്റും. തെരണ്ടിയൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യണതൊക്കെ എന്തൊരു രസം എന്നറിയാം. അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഭയങ്കര വലിയൊരു അക്വേറിയമാണ് കേട്ടോ. അതും അത്രയും വലിയ ഗ്ലാസിൻ്റെ അവിടെയാണ്. അപ്പോൾ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഫിഷുകളെയൊക്കെ അത്ര അടുത്ത് കാണാൻ പറ്റും. ഇവിടെ സ്ക്യൂബ ഡൈവിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അത് അങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ ഇല്ലയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ 3-4 വട്ടം വന്നിട്ടുണ്ട്. ഒരു വട്ടമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അങ്ങനെ എല്ലാവർക്കും അങ്ങനെ അലൗഡ് ഒന്നും അല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വട്ടം നമ്മൾ വന്നപ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. നമ്മൾ ഓരോ ഫ്ലോറ് താഴത്തേക്ക് ഇറങ്ങുമ്പോഴും നമുക്ക് ഈ ട്യൂബ് പോലെയുള്ള ഈ അക്വേറിയത്തിൻ്റെ ഓരോ സൈഡിൽ നിന്നുള്ള വ്യൂസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അതും കാണാൻ നല്ല രസമാണ്. വേറെ കുഞ്ഞു കുഞ്ഞു മീനുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റും. വലിയ മീനുകളും ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അക്വേറിയത്തിൻ്റെ ശരിക്കും ഒരു കടലിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത പോലെ തന്നെ ആ ഒരു അക്വേറിയം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഭയങ്കര വലിയൊരു അക്വേറിയം. അപ്പോൾ അത് കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഓരോ ഫ്ലോറിൽ നിന്ന് ഇറങ്ങുമ്പോഴും നമുക്കത് കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് കറങ്ങാൻ ഇങ്ങനത്തെ ട്രെയിൻ സർവീസും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കിഡ്സിനൊക്കെ കയറ്റി അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഫുള്ളായിട്ട് കറങ്ങാനായിട്ടുള്ളൊരു ട്രെയിനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ അതേ ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്. ആ ഫൗണ്ടൻ ഷോ തുടങ്ങുന്നത് എവറി ഹാഫ് ആൻ അവറിലെ 5 മിനിറ്റ്സ് വെച്ചിട്ടൊക്കെയാണ്. 5 or 15 മിനിറ്റ് അതെനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 5 മിനിറ്റ്സ് ഓൾമോസ്റ്റ് ഉള്ളൂ വെച്ചിട്ട് ഇങ്ങനെ ഫൗണ്ടൻ ഷോ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കുറച്ച് മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ലൊരു ഫൗണ്ടൻ ഷോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അതിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നല്ലൊരു അടിപൊളി വ്യൂ ആണ് കേട്ടോ. അവിടെ നിൽക്കുമ്പോൾ തന്നെ ജസ്റ്റ് അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ലൈറ്റിൻ്റെ ഒരു ഷെയ്ഡൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്ന് അറിയാം. ഷോ സ്റ്റാർട്ട് ആവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ നല്ല മ്യൂസിക്കൊക്കെ ഉണ്ട്. ആ മ്യൂസിക് നമുക്ക് കോപ്പിറൈറ്റ് വരുന്ന കാരണം കൊണ്ട് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ല അടിപൊളി ഒരു വ്യൂ ആണ് കേട്ടോ. ആ ഒരു ഫൗണ്ടൻ ഷോ ഒരു 5 മിനിറ്റ് ആണെങ്കിലും കൂടിയിട്ട് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക.
അപ്പോൾ ഫൗണ്ടൻ ഷോ ദേ കഴിഞ്ഞു കേട്ടോ, ലാസ്റ്റായി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവർ കഴിയുമ്പോഴാണ് ഒരു 5 മിനിറ്റിന് ഈ ഷോ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോഴാണ് പിന്നെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ നമ്മളിനി അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി. ഉള്ളിലാണ് കുറച്ച് ക്യാരക്ടേഴ്സ്, അവഞ്ചേഴ്സ്, ഹൽക്ക്, അങ്ങനെ സ്പൈഡർമാൻ, അങ്ങനെ തോർ, അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. ഇവിടെ അങ്ങനെ കുറച്ച് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഗെയിമൊന്നും കളിച്ചില്ല, പെയ്ഡ് ഗെയിംസ് ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി പിള്ളേരൊക്കെ അതിൻ്റെ ഉള്ളിലൊന്ന് ഓടി നടന്ന് അവിടെ പോകുന്നു കേട്ടോ. അപ്പോൾ കിഡ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സിനും ഇഷ്ടമുള്ളവരുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഇവിടെ വരുന്നത്, ഇത് കാണുന്നത്, ഇതിൻ്റെ അടുത്തുനിന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. ഭയങ്കര നമ്മുടെ കിച്ചുനും തച്ചുനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ക്യാരക്ടേഴ്സിനൊക്കെ. അപ്പം അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കഴിഞ്ഞ് നമ്മൾ പോന്നിട്ട് നമ്മൾ കുറച്ച് നൈറ്റ് ആയിരുന്നല്ലോ, അതുകൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ഡംപാസിൽ കയറി കേട്ടോ. ഡംപാസിൽ കയറി നമ്മൾ നല്ലൊരു സീ ഫുഡ് ബക്കറ്റും ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് സീ ഫുഡ് ബക്കറ്റ് അങ്ങനെ ഓർഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞണ്ട്, കൂന്തൾ, ചെമ്മീൻ, പിന്നെ ഫിഷ്, പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഒരു സീ ഫുഡ് ബക്കറ്റാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ പൊറോട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ 1-2 പിള്ളേർക്കുള്ള ചിക്കനും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ കഴിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ചാനൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാതിരിക്കും. ടേക്ക് കെയർ, ബൈ ബൈ.